Hi guys, welcome back to a new video. In this video we will have a discussion of the poem The Village Blacksmith, written by Henry Wadsworth Longfellow from 8th Standard English textbook. പ്രശസ്ത അമേരിക്കൻ പോയറ്റ് ഹെൻറി വേർഡ്സ്വർത്ത് ലോങ്ഫെല്ലോ എഴുതിയ 8th Standard English textbookലെ The Village Blacksmith എന്ന പോയമാണ് ഈ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. This poem is about the life of a hard-working blacksmith. വളരെയധികം ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരു ബ്ലാക്ക്സ്മിത്ത്, ഒരു കൊല്ലപ്പണിക്കാരനെ കുറിച്ചുള്ള ഒരു പോയമാണ് The Village Blacksmith. Before going to the poem, let's see the profile of the poet. Henry Wadsworth Longfellow, 1807 to 1882, was an American poet and educator whose works include Paul Revere's Ride, The Song of Hiawatha, and Evangeline. He was also the first American to translate Dante's The Divine Comedy. His first major poetry collections were Voices of the Night and Ballads and Other Poems. He died in 1882. Longfellow wrote predominantly lyric poems known for their musical quality and often presenting stories of mythology and legend. 1807 ജനിച്ച് 1882 മരണപ്പെട്ട അമേരിക്കയിലെ ഏറ്റവും പ്രശസ്തനായ പോയറ്റായ ഹെൻറി വാഡ്സ്വർത്ത് ലോങ്ഫെലോയുടെ പ്രധാനപ്പെട്ട കൃതികൾ പോൾ റിവറിയേഴ്സ് റൈഡ്, ദ സോങ് ഓഫ് ഹൈവത, ഇവാഞ്ചലൈൻ എന്നിവയായിരുന്നു. ഡാന്റെയുടെ ദ ഡിവൈൻ കോമഡി ആദ്യമായി തർജ്ജമ ചെയ്ത അമേരിക്കക്കാരനും ഹെൻറി വേർഡ്സ്വർത്ത് ലോങ്ഫെല്ലോ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രശസ്തമായ പോയട്രി കളക്ഷൻസ് വോയിസസ് ഓഫ് ദ നൈറ്റ്, ബാലഡ്സ് ആൻഡ് അതർ പോംസ് എന്നിവയായിരുന്നു. 1882 മരണപ്പെട്ട ലോങ്ഫെല്ലോ കൂടുതലായും ലിറിക്കൽ പോംസ് ആയിരുന്നു എഴുതിയിരുന്നത്. ആ കവിതകളെല്ലാം തന്നെ അതിൻ്റെ മ്യൂസിക്കൽ ക്വാളിറ്റി കൊണ്ടും ആ കവിതകളിലെ ഐതിഹാസിക കഥാപാത്രങ്ങൾ കൊണ്ടും വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടു. Let's read the introduction of the poem now. The life and work of a common man provides an example of persistence and accomplishment. Let's read a poem about such a man. So we know that this poem is about the hard-working life of a blacksmith, and his life is an example of persistence and accomplishment. So നമുക്കറിയാം, ഒരു വില്ലേജ് ബ്ലാക്ക്സ്മിത്ത്, ഒരു പാവം കൊല്ലപ്പണിക്കാരൻ്റെ വളരെയധികം കഷ്ടപ്പെട്ട് വളരെയധികം ഹാർഡ് വർക്കിംഗ് ആയിട്ട് തൻ്റെ ജീവിതത്തിലെ തൻ്റെ ഓരോ ലക്ഷ്യങ്ങളും പൂർത്തിയാക്കുന്ന വളരെയധികം കഠിനാധ്വാനിയായ ഒരുപാട് ക്ഷമയുള്ള ഒരു വില്ലേജ് ബ്ലാക്ക്സ്മിത്തിനെ കുറിച്ചുള്ള പോയമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. Now let's go to the poem. Under a spreading chestnut tree, the village smithy stands. The smith, a mighty man is he, with large and sinewy hands, and the muscles of his brawny arms are strong as iron bands. So in the first stanza of the poem, we come across the smithy of a blacksmith. So what is smithy? Smithy means the workshop of a blacksmith. So poet says, under a spreading chestnut tree, the village smithy stands. പടർന്ന് പന്തലിച്ചിരിക്കുന്ന ഒരു chestnut tree. This is the picture of chestnut tree. Chestnut treeയുടെ താഴെയാണ് വില്ലേജ് സ്മിത്തി, ആ കൊല്ലപ്പണിക്കാരൻ്റെ വർക്ക്ഷോപ്പ്, ആല എന്ന് പറയാം നമുക്ക്. സ്മിത്തി മീൻസ് കൊല്ലപ്പണിക്കാരൻ്റെ പണിശാല. ദാറ്റ് ഈസ് സിറ്റുവേറ്റഡ് അണ്ടർ എ സ്പ്രെഡിങ് ചെസ്റ്റ്നട്ട് ട്രീ. പടർന്നിരിക്കുന്ന ഒരു ചെസ്റ്റ്നട്ട് ട്രീയുടെ അടിയിലാണ് വില്ലേജ് ബ്ലാക്ക്സ്മിത്തിന്റെ സ്മിത്തി സ്ഥിതി ചെയ്യുന്നത്. ദ സ്മിത്ത്, എ മൈറ്റി മാൻ ഈസ് ഹീ, വിത്ത് ലാർജ് ആൻഡ് സിനുവി ഹാൻഡ്സ്. ദെൻ ദ പോയറ്റ് സ്പീക്സ് അബൌട്ട് ദ സ്മിത്ത്, ദ ബ്ലാക്ക്സ്മിത്ത്. ഇനി ബ്ലാക്ക്സ്മിത്തിനെ കുറിച്ചാണ് പറയുന്നത്. എ മൈറ്റി മാൻ ഈസ് ഹീ. അദ്ദേഹം എങ്ങനെയുള്ളൊരു മനുഷ്യനായിരുന്നു? He was a mighty man, means he was a powerful man with large and sinewy hands. വളരെ വലിയ ബലിഷ്ഠമായ കൈകളുള്ള ഒരു ആളായിരുന്നു ആ വില്ലേജ് blacksmith, and the muscles of his brawny arms are strong as iron bands. ആ ബലിഷ്ഠമായ കൈകളിലെ മസിലുകൾ എങ്ങനെയായിരുന്നു? They were as strong as iron bands. അദ്ദേഹത്തിന്റെ കൈകൾ അതിശക്തമായിരുന്നു. എന്തുപോലെ? അയൺ ബാൻഡ്സ് പോലെ, ഉരുക്ക് മുഷ്ടികളായിരുന്നു അദ്ദേഹത്തിന്. Here in this line the poet has used a figure of speech, and the figure of speech used in this line is
simile. Last two lines poet oru figure of speech use cheyittunde. Aa figure of speech inde peru simile ennanu. Here the poet compares blacksmith's muscles. The muscles of his brawny arms are compared to as iron bands. ബ്ലാക്ക്സ്മിത്തിന്റെ ബലിഷ്ഠമായ കൈകളിലെ മസിലുകൾ എന്തുപോലെ ശക്തമാണ്? അയൺ ബാൻഡ്സ് പോലെ ശക്തമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പോയറ്റ് ഈ ലാസ്റ്റ് ടു ലൈൻസിൽ ഉപയോഗിച്ചിരിക്കുന്ന ഫിഗർ ഓഫ് സ്പീച്ച് ഈസ് സിമിലി. സിമിലി ഈസ് എ ഫിഗർ ഓഫ് സ്പീച്ച് ഇൻവോൾവിംഗ് ദ കമ്പാരിസൺ ഓഫ് വൺ തിങ് വിത്ത് അനദർ തിങ് ഓഫ് എ ഡിഫറെന്റ് കൈൻഡ്. ഇവിടെ ബ്ലാക്ക്സ്മിത്തിന്റെ ബ്രൗണി ആംസിലെ മസിൽസ് അയൺ ബാൻഡ്സിനോളം ശക്തമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു സിമിലി, ഈ ഒരു ഉപമ പോയറ്റ് യൂസ് ചെയ്തിരിക്കുന്നത്. Now let us go to the second stanza of the poem. His hair is crisp and black and long. His face is like the tan. His brow is wet with honest sweat. He earns whatever he can and looks the whole world in the face, for he owes not any man. The blacksmith's hair was crisp. Crisp means stiff, not so smooth, and black and long. അദ്ദേഹത്തിൻ്റെ ഹെയർ കുറച്ച് ഹാർഡായിട്ടുള്ള ഹെയർ ആയിരുന്നു. ആൻഡ് വാസ് ഇൻ ബ്ലാക്ക് കളർ ആൻഡ് വാസ് ലോങ് ഹെയർ. ഹിസ് ഫേസ് ഈസ് ലൈക്ക് ദ ടാൻ, മീൻസ് ഹിസ് ഫേസ് വാസ് ഹാവിങ് ബ്രൗൺ കളർ. ടാൻ മീൻസ് ബ്രൗൺ കളർ. അദ്ദേഹത്തിൻ്റെ ഫേസ് ബ്രൗൺ നിറത്തിലായിരുന്നു. ഹിസ് ബ്രോ ഈസ് വെറ്റ് വിത്ത് ഓണസ്റ്റ് സ്വെറ്റ്. അദ്ദേഹത്തിൻ്റെ ബ്രോസ്, ഐബ്രോസ് were wet with honest sweat. അദ്ദേഹത്തിൻ്റെ ഐബ്രോസ് വെറ്റായിരുന്നു, നനഞ്ഞിരുന്നു. ഓണസ്റ്റ് സ്വെറ്റ് കൊണ്ട്, അദ്ദേഹത്തിൻ്റെ വിയർപ്പ് കൊണ്ട്. ഹി വാസ് എ ഹാർഡ് വർക്കിംഗ് ആൻഡ് ഓണസ്റ്റ് മാൻ. വളരെയധികം സത്യസന്ധനായ ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു ആ ബ്ലാക്ക് സ്മിത്ത്. ഇവിടെയും പോയറ്റ് ഒരു ഫിഗർ ഓഫ് സ്പീച്ച് യൂസ് ചെയ്തിട്ടുണ്ട്. The figure of speech used in this line is called transferred epithet. Transferred epithet is when an adjective usually used to describe one thing is transferred to another. അതായത് ആക്ച്വലി ഈ ലൈൻസിൽ പോയറ്റ് പറയാൻ വേണ്ടി ശ്രമിക്കുന്നത് ദാറ്റ് മാൻ വാസ് എൻ ഓണസ്റ്റ് മാൻ. ബ്ലാക്ക് സ്മിത്ത് വളരെയധികം ഓണസ്റ്റ് ആയിട്ടുള്ള സത്യസന്ധനായിട്ടുള്ള വ്യക്തിയാണ് എന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഹിസ് ബ്രോ ഈസ് വെറ്റ് വിത്ത് ഓണസ്റ്റ് സ്വെറ്റ് എന്ന് യൂസ് ചെയ്തിരിക്കുന്നത്. സോ ഹിയർ ആക്ച്വലി ദ സ്വെറ്റ് ഈസ് നോട്ട് ഓണസ്റ്റ്, ദ പേഴ്സൺ ഈസ് ഓണസ്റ്റ്. വ്യക്തിയാണ് ഇവിടെ ഓണസ്റ്റ് ആയിട്ടുള്ളത്. പക്ഷേ അത് ഏത് രീതിയിൽ യൂസ് ചെയ്തിരിക്കുന്നു? ഓണസ്റ്റ് സ്വെറ്റ് എന്ന രീതിയിൽ യൂസ് ചെയ്തിരിക്കുന്നു. അത്തരത്തിൽ യൂസ് ചെയ്യുന്ന ഫിഗർ ഓഫ് സ്പീച്ചസിനെ നമ്മൾ ട്രാൻസ്ഫേർഡ് എപ്പിത്തറ്റ് എന്നാണ് വിളിക്കാറ്. He earns whatever he can and looks the whole world in the face, for he owes not any man. He earns whatever he can. അദ്ദേഹത്തിന് എന്തൊക്കെ സമ്പാദിക്കാൻ സാധിക്കുമോ അത്രയും അദ്ദേഹം സമ്പാദിക്കുന്നു അദ്ദേഹത്തിൻ്റെ ഹാർഡ് വർക്കിലൂടെ. ആൻഡ് ലുക്സ് ദ ഹോൾ വേൾഡ് ഇൻ ദ ഫേസ്. അദ്ദേഹം ഈ ലോകത്തെ മുഴുവൻ ആളുകളെയും അദ്ദേഹത്തിന് മുഖത്ത് നോക്കി അവരെ ഫേസ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നു. വൈ? ഫോർ ഹി ഓസ് നോട്ട് എനി മാൻ. കാരണം അദ്ദേഹത്തിന് ആരോടും യാതൊരുവിധ ബാധ്യതകളുമില്ല. അദ്ദേഹം ആരോടും കടപ്പെട്ടിരിക്കുന്നില്ല. അദ്ദേഹം എന്തൊക്കെ ഏൺ ചെയ്തിട്ടുണ്ടോ അതൊക്കെ അദ്ദേഹത്തിൻ്റെ ഹാർഡ് വർക്കിലൂടെ, സ്വന്തം കഠിനാധ്വാനത്തിലൂടെ, പ്രയത്നത്തിലൂടെ, സ്വയം അധ്വാനിച്ചാണ് അദ്ദേഹം തൻ്റെ ജീവിതം പുലർത്തുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. Now let's see the question answers of the first two stanzas. What words does the poet use to show the strength of the blacksmith? ബ്ലാക്ക്സ്മിത്തിന്റെ സ്ട്രെങ്ത് കാണിക്കാൻ വേണ്ടി ഈ പോയത്തിൽ യൂസ് ചെയ്തിരിക്കുന്ന വേർഡ്സ് ഏതൊക്കെയാണ്? The answer is mighty, large and sinewy, brawny arms, iron bands. Now let's go to the second question. Why could the blacksmith look the whole world in the face? What does this suggest about the blacksmith? ബ്ലാക്ക്സ്മിത്തിന് എന്തുകൊണ്ടാണ് ഈ ലോകത്തെ മൊത്തം ഫേസ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത്? ഈ ഒരു സ്റ്റേറ്റ്മെന്റ് അദ്ദേഹത്തിന്റെ എന്തിനെ കുറിച്ച് പറയുന്നു? He is honest and lives by working hard. അദ്ദേഹം വളരെ സത്യസന്ധനും വളരെയധികം ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ജീവിക്കുന്നത്. He does not owe anyone anything. അദ്ദേഹം ആരോടും ഒന്നിനും കടപ്പെട്ടിരിക്കുന്നില്ല. സ്വന്തമായി ഹാർഡ് വർക്ക് ചെയ്ത് അധ്വാനിച്ചാണ് അദ്ദേഹം തന്റെ ജീവിതം പുലർത്തുന്നത്. സോ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യുന്നു. ഭയത്തിൻ്റെ ബാക്കി ഭാഗം പാർട്ട് 2 വീഡിയോയിൽ പഠിക്കുന്നതായിരിക്കും. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. വീഡിയോ യൂസ്ഫുൾ ആയെന്ന് കരുതുകയാണെങ്കിൽ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക.
യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഇനിയും ലഭിക്കാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദി വീഡിയോ. ടേക്ക് കെയർ. ബൈ.